சாந்தம்பாறையில் சிபிஎம் கட்சி அலுவலகத்தின் கட்டுமான வேலைகளை என்ஓசி மறுத்த நடவடிக்கையில் விளக்கத்துடன் சிவி வர்கீஸ் முன்வந்துள்ளார். சிபிஎம் பூமியை கையேறவில்லை என்றும் சட்ட ரீதியாகவும் அரசியல் ரீதியாகவும் இதை நேரிட உள்ளதாகவும் மேத்யூ குழல்நாடனின் கையேற்றத்தை மறைப்பதற்காகவே புதிய விவாதத்தை உருவாக்கியுள்ளதாகவும் சிபிஎம் മാവട്ട செயலாளர் സിവി വർഗീസ് കൂറിനാർ. ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് കയ്യേറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കയ്യേറേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഈ ജില്ലയിൽ 100 കണക്കിന് പാർട്ടി ഓഫീസ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഓഫീസില്ലേ? ഓഫീസാണ്. പിന്നെ പട്ടയില്ലാത്തത് ഇടുക്കി ജില്ലയിലെ ലക്ഷക്കണക്കായ നിർമ്മിതികൾ ഇന്ന് പട്ടയില്ലാത്തതുണ്ടെന്ന്. ആ നിർമ്മിതി മാറ്റിയെടുക്കാൻ വേണ്ടി അതിന് അനുമതി കിട്ടാനാണ് ഭൂവിനിയോഗ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ പാസ്സാക്കിയതിന് ഗവർണർ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അതിന് ഞങ്ങൾ പ്രക്ഷോഭം നടത്തുന്നില്ലേ? ഇത് CPM-ൻ്റെ ഓഫീസ് മാത്രമല്ലെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആരാധനാലയങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, ആശുപത്രിയുണ്ട്, വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരുപാട് നിർമ്മാണ സാമഗ്രികൾ നിലനിൽക്കുന്നത് ഇന്ന് നിയമവിരുദ്ധമാണ് എന്ന് വേണേൽ ബാധിക്കാം. മാത്യു കുഴൽനാടൻ്റെ കയ്യേറ്റം വന്നു. കഴിഞ്ഞ നവംബർ മാസം 24-ാം തീയതിയാണ് അവിടെ ആഫീസുമായി ബന്ധപ്പെട്ട വിവാദം വന്നത്. നവംബർ 24. ഡിസംബർ, ജനുവരി ഈ 2 മാസക്കാലത്തേക്ക് യാതൊരു വിധമായ വിവാദം വന്നില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞ 3 ദിവസം മുമ്പ് മാത്യു കുഴൽനാടൻ്റെ അനധികൃതമായ കയ്യേറ്റം പുറത്തു വന്നു. അപ്പോൾ ആ പുറത്തു വന്നപ്പോൾ എന്ത് ചെയ്യണം? മാത്യു കുഴൽനാടൻ മാത്രമല്ല CPM-ഉം കയ്യേറിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ഒരു അന്തർനാടകം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അന്ന് ശാന്തമ്പാറ ഓഫീസുമായി ബന്ധപ്പെട്ട് പോരാട്ട വേദി കൊടുത്ത് വക്കീൽ കൊടുത്ത കേസിനെ തുടർന്നാണ് ഞങ്ങളുടെ ഓഫീസ് ചോദ്യം ചെയ്യപ്പെട്ടത്. അന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.